മഹാനായ മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ദീനിയായ ഈ ആരെയും പ്രസിഡന്റ് ആക്കിയില്ല, സെക്രട്ടറി ആക്കിയില്ല, ഖജാൻജി ആക്കിയില്ല, മറ്റ് കമ്മിറ്റി മെമ്പർമാർ ഒന്നും ആക്കാതെ കണ്ട് അദ്ദേഹം ഒരു ശൈലി കാണിച്ചു കൊടുത്തു. ഇതൊന്നും ദീനിന് ഖിലാഫില്ലാത്ത ഒരു ശൈലിയാണ്. അതാണ് അന്ന് മുതൽ ഇന്ന് വരെക്കും ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. അപ്പൊ പഠിപ്പിക്കുന്നത് ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന അത് പിന്നീടുണ്ടായതാണ്. ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായതാണ്. ഇതിന്റെ പേരിൽ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു ഇത് തെറ്റാണ്, തബ്ലീഗ് ജമാഅത്ത് എന്നുള്ളത്, തബ്ലീഗ് എന്ന് പറയുന്നത് തെറ്റാണ്, അത് അമ്പിയാക്കന്മാരുടെ വസ്തുവാണ്. ഒരാൾ പരസ്യമായിട്ട് എഴുതി തബ്ലീഗ് അത് അമ്പിയാക്കന്മാരുടെ വസ്തുവാണ്, അത് മറ്റുള്ളവർക്കുള്ളതല്ല എന്ന്. അത് ആ പറഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ അത് തെറ്റി. നബിയങ്ങൾ പറഞ്ഞല്ലോ ബല്യു അന്നി ഒരു ആയ, നബിയങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ബല്യു അന്നി ഒരു ആയ, എന്നിൽ നിന്നിട്ട് നിങ്ങൾ ഒരു ആയത്തെങ്കിലും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ ബല്യു എന്ന് പറഞ്ഞ് അത് തബ്ലീഗ്, അതിന്റെ ധാതുവാണ് തബ്ലീഗ്. അപ്പൊ തബ്ലീഗ് നബിയങ്ങൾ പറഞ്ഞ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന്. ഇയാൾ പറയുന്നു എന്താ അത് അമ്പിയാക്കന്മാരുടെ വസ്തുവാണ്, എന്റെ നുണയും പറയാൻ പാടില്ല നമുക്ക്. അല്ല, നുണ പറയണം നമ്മൾ. അമ്പിയാക്കന്മാരുടെ ഒരു വസ്തു എന്താണ്? സ്വാദിക്കാതെ സിദ്ദീഖ് അവരുടെ വസ്തുവാണ്, അമ്പിയാക്കന്മാരുടെ വസ്തുവാണ്, നേര് പറയാറുള്ളത്. അപ്പൊ അവർക്ക് മാത്രമേ നേര് പറയാൻ പാടുള്ളൂ, മറ്റുള്ളവർക്ക് നേര് പറയാൻ പാടില്ല, അവരെല്ലാം നുണ പറയുന്നവരായിത്തീരണം എന്നല്ല അർത്ഥം. തബ്ലീഗ് അമ്പിയാക്കന്മാർക്ക് മാത്രമാണ് എങ്കിൽ സിദ്ദീഖും അമ്പിയാക്കന്മാർക്ക് മാത്രമാണ്. ഇതുപോലെ സഹോദരന്മാർ, ഇതൊക്കെ മനുഷ്യരെ പറ്റിക്കുന്ന ഓരോ കാര്യങ്ങളാണ്, അത് നമുക്ക് പറയാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ നല്ല ഒന്നാം തരം കറകളെന്ന മുഅ്മിനീങ്ങളുടെ ഒരു പ്രവർത്തനമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന സംഗതി. അതിലാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തബ്ലീഗ് ഉത്തരവാദിത്തമില്ല. ഞാൻ തബ്ലീഗിനെ സംബന്ധിച്ച് പഠിച്ചതിന് ശേഷം ചേർത്തകളാണ്.